സ്മാർട്ട് സിറ്റിയിൽ കെട്ടിട നിർമ്മാണത്തിനിടെയുണ്ടായ അപകടത്തിൽ ഒരു മരണമുണ്ടായിരിക്കുന്നു. ഗോവണി തകർന്നു വീണാണ് അപകടമുണ്ടായത്. ബീഹാർ സ്വദേശി ഉത്തം ആണ് മരിച്ചത്. അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. പ്രദീപ് ജോസഫ് അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. പ്രദീപ്, അപകടത്തിന്റെ ദൃശ്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. ഇത്രയും വലിയൊരു ഗോവണി തകർന്ന് അതിനുള്ളിൽ ആളുകൾ കുടുങ്ങുന്നു. പരിക്ക് സ്വാഭാവികമായും വലുത് തന്നെയായിരിക്കും. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? രാവിലെ ഏതാണ്ട് 9 മണിക്ക് ശേഷമാണ് അപകടമുണ്ടായത്. പെയിന്റിംഗ് ജോലികൾ നടക്കുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായ ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും ഏറ്റവും ആദ്യം ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ തന്നെയാണ് അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. വലിയ ഒരു സർക്കസ് കൂടാരത്തിൻ്റേത് പോലെ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ളതാണ് സ്കഫോൾഡ് എന്ന് പറയുന്നത്. അതായത് നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായ കെട്ടിടത്തിൻ്റെ പെയിന്റിംഗ് ജോലികൾ ഈ സ്കഫോൾഡിൽ അഥവാ ഗോവണിയിൽ കയറി നിന്നാണ് ചെയ്യുന്നത്. ഇത് താഴോട്ട് പോരുമ്പോഴത്തെ അവസ്ഥ എത്രമാത്രം ഭീകരമായിരിക്കും നമുക്കറിയാം. ഇതൊരു ഇരുമ്പ് ഉപയോഗിച്ചാണ് പൂർണ്ണമായും ഈ സ്കഫോൾഡ് നിർമ്മിച്ചിരിക്കുന്നത്. അത് വെൽഡ് ചെയ്യുകയും ഒപ്പം സ്ക്രൂ ഡ്രൈവറും മറ്റും ഉപയോഗിച്ച് വലിയ സ്ക്രൂ കൊണ്ട് പരസ്പരം കൂട്ടി യോജിപ്പിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഒരു സർക്കസ് കൂടാരം എന്ന് തോന്നിക്കുന്നത് പോലെയുള്ള അങ്ങനെ വലിയ ഒരു നിർമ്മിതി എന്ന് തന്നെ പറയാം. ആ നിർമ്മിതിയാണ് വളരെ പെട്ടെന്ന് നിർമ്മാണ ജോലികൾ അതിൽ കയറി നിന്ന് ഏതാണ്ട് 10ഓളം തൊഴിലാളികളായിരുന്നു ഇതിൽ കയറി നിന്ന് പെയിന്റിംഗ് ജോലികൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് വളരെ പെട്ടെന്ന് ഈ നിർമ്മിതി താഴേക്ക് പോകുന്നത്. ഇതിനിടയിൽ ആളുകൾ കുടുങ്ങിപ്പോവുകയായിരുന്നു. കുടുങ്ങിക്കിടന്ന ആളുകളെ വലിച്ച് പുറത്തേക്ക് എടുക്കുന്നതിനെയും മറ്റും ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് കരുതുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്നു അപകടത്തിൽപ്പെട്ട എല്ലാവരും, അല്ലെങ്കിൽ ഈ സ്കഫോൾഡിൽ ജോലി ചെയ്തിരുന്ന എല്ലാവരും ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്നു. അപകടത്തിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്. ബീഹാർ സ്വദേശിയാണ് അപകടത്തിൽ മരിച്ചത്. മറ്റുള്ള പരിക്കേറ്റ ആളുകളെ തൊട്ടടുത്ത് തന്നെ കാക്കനാട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം ഏതാണ്ട് ഒരു 80% പൂർണ്ണമായിട്ടുണ്ട്. രാവിലെ സർക്കാരിന്റെ പുതിയ തൊഴിൽ വകുപ്പിന്റെ നിർദ്ദേശങ്ങളനുസരിച്ച് 11 മണിയോടുകൂടി ഇത്തരം വെയിലത്ത് നിന്നുള്ള ജോലികൾ എല്ലാം അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിരാവിലെ മുതൽ തന്നെ ഈ പെയിന്റിംഗ് ജോലികളും മറ്റും തുടങ്ങിയതാണ്. അങ്ങനെ ദ്രുതഗതിയിൽ പെയിന്റിംഗ് ജോലികൾ നടന്നു വരുന്നതിനിടെയാണ് അപകടമുണ്ടായത്. തൊട്ടടുത്ത് തന്നെയാണ് സ്വകാര്യ ആശുപത്രി മറ്റും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാനായി. നമുക്ക് ഇനി പരിക്കേറ്റിരിക്കുന്ന മറ്റ് ആളുകളുടെ നില അത്ര ഗുരുതരമല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരിൽ തന്നെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. ഈ അപകടം ഉണ്ടായത് എങ്ങനെയാണെന്നാണ് ഒരു പ്രാഥമിക നിഗമനം? അപകടം ഉണ്ടായത് സ്കാഫോൾഡിന്റെ തകർച്ചയാണ്. സ്കാഫോൾഡിൽ ഉണ്ടായ ഒരു ബലക്ഷയമാണ്. അതുകൊണ്ട് അതിന്റെ കാര്യത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നേ ഉള്ളൂ. അതിപ്പോൾ കൺഫേം ചെയ്ത് പറയാൻ പറ്റത്തില്ല. മറിഞ്ഞു വീഴുകയായിരുന്നു സ്ക്രൂ അത് അറിയാമോ? സ്കാഫോൾഡ് നിർമ്മിച്ചപ്പോഴുണ്ടായ ബലക്ഷയത്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. എത്ര പേര് സ്കാഫോൾഡിൽ ഉണ്ടായിരുന്നു അറിയാമോ? ഇപ്പോൾ 4 പേരാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഒരാൾ കോൺട്രാക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ 4 പേരിൽ 2 പേരാണ് ഇതിന്റെ അകത്ത് അപകടത്തിൽപ്പെട്ടതും. അതിൽ അവരെ 4 പേരെ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. 2 പേരുടെ നില ചെറിയതായിട്ട് ഗുരുതരമായതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്തു. നിലവിലിപ്പോൾ ഒരാളുടെ കാര്യത്തിലാണ് ഇതിരി സീരിയസ് ആയിട്ട് പറയുന്നത്. മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്? കൺഫേം ആയിട്ടില്ല. ഐസിയുലാണ് ആൾ. ഐസിയുലാണ്. മരണം സ്ഥിരീകരിച്ച ചില റിപ്പോർട്ടുകളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വിവരം കൈവച്ചില്ല. ഓക്കെ. അന്വേഷണം തുടങ്ങിയിട്ടുണ്ടോ? അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കും. ഫയർഫോഴ്സിന്റെ ഏതൊക്കെ യൂണിറ്റുകളാണ്? ഫയർഫോഴ്സിന്റെ തൃക്കാക്കരയിൽ നിന്നും ഗാന്ധിനഗറിൽ നിന്നുള്ള 2 യൂണിറ്റ് എത്തിയിട്ടുണ്ട്. അതീവ ഗുരുതരാവസ്ഥയിലെന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന സ്ഥിരീകരണം എന്ന് പറയുന്നത്. അതീവ ഗുരുതരാവസ്ഥയിൽ ICUവിൽ കഴിയുന്നു എന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. അതേസമയം അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ബീഹാർ സ്വദേശി മരണപ്പെട്ടിട്ടുണ്ട്. അപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് ഫയർഫോഴ്സ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഈ സ്കഫോൾഡ് പിടിപ്പിച്ചതിലെ ചില അപാകതകളാണ് ഈ അപകടത്തിന് കാരണമെന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. സാധാരണ നമുക്കറിയാം, ഇത്രയും വലിയ കെട്ടിടത്തിലൊരു പെയിന്റിംഗ് ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഇതിനേക്കാൾ ഉയരത്തിൽ സ്കഫോൾഡുകൾ സ്ഥാപിക്കാറുള്ളതാണ്. കാരണം ഇത് ഏതാണ്ടൊരു 4 നില പൊക്കത്തിലായിരുന്നു പെയിന്റിംഗ് ജോലികൾ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അത്രമാത്രം ഉയരമേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണഗതിയിൽ വലിയ കെട്ടിടങ്ങളാകുമ്പോൾ അതിന് മുകളിലേക്കുള്ള ഉയരത്തിൽ വളരെ വലിയ സ്കഫോൾഡുകൾ സ്ഥാപിക്കാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഏതെങ്കിലും ഒരു വശം തെന്നിപ്പോയതോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാവാം അപകടത്തിന് കാരണം എന്നുള്ളതാണ് ഒരു പ്രാഥമിക നിഗമനം. എന്തായിരുന്നാലും സ്മാർട്ട് സിറ്റി മേഖലയിൽ വളരെ വലിയ കെട്ടിടങ്ങളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സ്മാർട്ട് സിറ്റി മേഖലയിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളിൽ IT കമ്പനികൾക്ക് പലപ്പോഴും സ്ഥലം കിട്ടാതെ വരുന്നൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് കൊച്ചി ഇൻഫോ പാർക്കിലും സ്മാർട്ട് സിറ്റിയിലൊക്കെ. അതുകൊണ്ട് തന്നെ അതിദ്രുതമുള്ള വളരെ വേഗത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഒരിക്കൽ കൂടി ഈ തകർന്ന് വീണതിൻ്റെ ബാക്കി ശേഷിക്കുന്ന ഭാഗങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരു സ്കഫോൾഡ് എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് പിടിപ്പിച്ചിരിക്കുന്നത് എന്ന്. അത്തരമൊരു സ്കഫോൾഡ് തകർന്നു വീഴുക എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം പോലും അത്ര എളുപ്പമല്ല. കാരണം അപകടം നടന്ന സ്ഥലത്തു നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത് കൊച്ചി